സാർ പറഞ്ഞതെല്ലാം സത്യമാണ് സാർ, സത്യമാണ് സാർ. ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ പറഞ്ഞത് LDF വരണമെന്നാണ് അല്ലെ ഒരു അഭിപ്രായം കൺക്ലൂഡ് ചെയ്ത്? അവരിറക്കിയ മാനിഫെസ്റ്റോ വെച്ച് നോക്കുമ്പോൾ LDFന്റെ മാനിഫെസ്റ്റോ ആണ് ബെറ്റർ. അല്ല ഞാനിത് ആരോടാ പറയണേ? ഞാൻ UDF ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോ ഏറ്റവും തകർന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 10 വർഷത്തിൽ ഏറ്റവും തകർന്ന വകുപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആഭ്യന്തരവും അതേപോലെ തന്നെ ആരോഗ്യവും നമുക്ക് പറയാൻ സാധിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ എക്യുപ്മെന്റ്സ് ഇല്ല, പഞ്ഞിയില്ല, സൂചിയില്ല. ഇതൊക്കെ പുറത്തു വന്ന് പറഞ്ഞ ആളെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കുന്നു. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ ആഭ്യന്തരം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സാധാരണക്കാരനെ സ്റ്റേഷനിൽ കുനിച്ചു നിർത്തി കൂമ്പിനിട്ടിരിക്കുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 51 വെട്ട് കൊന്ന കേസിലെ പ്രതിക്ക് മദ്യ സൽക്കാരത്തിന് എസ്കോർട്ട് കൊടുക്കുന്ന പോലീസ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള്. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? UDF ഭരണം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള അതിന്റെ പോരായ്മകൾ 2 പറയും. ഇപ്പം ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് വികസനം ഒരു ഇതായിട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിനൊക്കെ ഒത്തിരി കാശാവില്ലേ മോനെ? LDF വരുന്നതിന് 10 വർഷം മുന്നേ UDF ആയിരുന്നല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ. ആ ഭരിച്ചുകൊണ്ടിരുന്ന UDFന്റെ പ്രശ്നങ്ങൾ ഒരു 2 പറയൂ. എന്നാ പിന്നെ അതിനെ നേരം കാണൂ. പദ്ധതികൾ ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് സ്ഥലം ഏറ്റെടുക്കല് റോഡിന് വേണ്ടി, അത് കുറച്ച് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് ഈ വികസന പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിങ്ങളൊരു പരാജയമാണ് UDF. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലം ഏറ്റെടുപ്പുകളൊക്കെ നടത്തി ഈ വികസന പദ്ധതികളൊക്കെ വളരെ എളുപ്പം കംപ്ലീറ്റ് ചെയ്യാനുള്ള കെൽപ്പ് LDFനാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ വികസന റോഡുകളുടെ കാര്യത്തിൽ LDF നട്ടുണ്ട്. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അപ്പൊ സ്ഥലം ഏറ്റെടുപ്പ് നടത്തി പദ്ധതികൾ വിജയിപ്പിക്കുന്നതിൽ ബെറ്റർ LDF ആണ്. നിങ്ങൾ തന്നെ സമ്മതിച്ചു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്, അല്ലടാ സർക്കിളെ? അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് 10 വർഷം മുമ്പായതുകൊണ്ടുള്ള ഒരു ഓർമ്മകളാണ്. നീ ഒന്നും പണയണ്ട. ബലാ കുളിച്ചാതി വെളിച്ചെണ്ണ വളരെ ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. നമുക്ക് മാറാട് കലാപം എടുത്താലോ? അയ്യോ അത് വേണ്ട. മാറാട് കലാപം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ മുസ്ലിം ലീഗിന് പങ്കില്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതില് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതാരാ? അതെ അതെ. ആരാ? UDF ഉണ്ട്. അന്നത്തെ ഗവൺമെന്റ് മിസ്റ്റേക്ക് ആണ്. അന്നത്തെ ഗവൺമെന്റിന്റെ മിസ്റ്റേക്ക് ആണ്. അല്ല, അതൊറ്റ കലാപല്ലേ മാറാട്. അതിന് മുമ്പത്തെ നിങ്ങൾക്ക് കാര്യം ശരിയാവുള്ളൂ. അങ്ങനെയാണോ? അപ്പൊ അടുത്ത കലാപം ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കണേ? ഓഹോ, ഇത് ഇവിടത്തെ സാധനമാണല്ലേ? അപ്പൊ പാരമ്പര്യമായിട്ട് വെട്ടിക്കൽ പറ്റിക്കൽ പ്രസ്ഥാനക്കാരാണല്ലേ? മാറാട് കലാപം അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പും UDF സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ടല്ലോ. കലാപമില്ലാത്ത സർക്കാരുകൾ ഉണ്ടല്ലോ. ഇവിടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ മൊത്തം അങ്ങനെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇപ്പൊ സിഖ് കൂട്ടക്കൊല നടത്തിയത് ആരാ? മോദിയാണോ? അല്ല, അതാരാ? UDFന്റെ അല്ല, കോൺഗ്രസ്. അപ്പൊ അതും കോൺഗ്രസ് ആണ്. അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പാർട്ടിയാണ്? കോൺഗ്രസ് ആണ്. അടിയന്തരാവസ്ഥ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ചോദിക്കൂ, ഒരു അടിയന്തരാവസ്ഥയല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെ ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. മാറാട് കലാപത്തിന് നിങ്ങൾ ഒത്താശ ചെയ്തു. അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി. CBI അന്വേഷണം നിങ്ങൾ തടഞ്ഞു. എന്ത് കാര്യത്തിനാണത്? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട മേഖല നമുക്ക് എടുക്കാം, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയിൽ എന്തായിരുന്നു UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്നത്? സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ആർട്സ് കോളേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നല്ല കാര്യമുണ്ട്. ആർട്സ് ഒക്കെ അവിടെ കിട്ടെ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുസ്തകം കിട്ടുമായിരുന്നു? ഇല്ല. അജറബിന്റെ കാലം വളരെ മോശമല്ലേ? അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. പക്ഷെ ഇത് ഒരു 10 കൊല്ലം മുമ്പാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ശരി. അപ്പൊ ഇനിയിപ്പോ ഒരേ സമയത്ത് ഇപ്പൊ 2 പാർട്ടിക്ക് ഭരിക്കാൻ പറ്റൂലല്ലോ. ഈ കോൺഗ്രസ് ഭരിച്ചിട്ട് ചെയ്ത സാധനങ്ങൾ BJPക്ക് 10 വർഷത്തിനുള്ളിൽ ചെയ്ത് കാണിക്കാൻ പറ്റുന്നു എന്നത് തന്നെയാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ അടി. നിങ്ങൾ 70 വർഷം വേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.
പല അല്ല അതിന് വേറെ കാര്യങ്ങളും കണ്ടു. അല്ല അത് നമ്മളിപ്പോ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് കിട്ടിയ ഇന്ത്യ ആണല്ലോ. അതിനു അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ് ഊറ്റി കിട്ടിയ ഒരു ഇന്ത്യയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇപ്പോ കുറച്ച് പണിയാണല്ലോ. പക്ഷെ ആ പണിയുടെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ 2G സ്കാമും ഇതുപോലുള്ള വലിയ വലിയ കൊള്ളയൊക്കെ നടത്തുന്നത്? അതല്ല ഉദ്ദേശം. 70 കൊല്ലം കോൺഗ്രസ് എന്താണ് ഒന്നും ചെയ്തില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? 70 വർഷം കൊണ്ട് എന്താ ചെയ്തത്? അതാ ഞാൻ ഈ 70 വർഷം കൊണ്ട് എടുത്ത സാധനം 10 വർഷം കൊണ്ട് BJPക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. LDF ഇപ്പൊ ഇവിടെ കേരളത്തിൽ ചെയ്യുന്നു അഴിമതി, ഇതാണല്ലോ നിങ്ങൾ പറയുന്നത്. അവര് ഭരണപക്ഷത്ത് ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങൾ ഭരണത്തിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, എന്നിട്ടും നിങ്ങൾ ഈ വയനാട് അഴിമതി കാണിക്കല്ലേ? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. ആ വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞ് പിരിച്ച കാശ് എവിടെ പോയി? എവിടെയാടാ പണം പൂഴ്ത്തിയത്? ഞാൻ പറയുന്നു, നിങ്ങൾ ഭരണപക്ഷത്ത് ഇല്ലാത്തപ്പോ പോലും അഴിമതിയാണ്. അപ്പൊ അഴിമതി ഇവിടെ ഉണ്ട്, നിങ്ങളും ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു. നിങ്ങൾ ഒരു പടി കൂടി കടന്ന് ഭരണത്തിൽ ഇല്ലാത്തപ്പോ പോലും അത് ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ പ്രത്യേകത. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇപ്പൊ മനസ്സിലായോ? അഴിമതി ആരും ചെയ്യുന്നില്ല, നിങ്ങൾ മാത്രം ചെയ്യുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ പോലും അഴിമതിയാണ്. എങ്ങനെ സാധിക്കുന്നതാവേ? ഇവിടെ ഞാൻ എന്താ പറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് UDF വരണം. എന്തിന് ഓൾട്ടർനേറ്റീവ്? അതായത് ഇപ്പൊ കറണ്ട് കിട്ടുന്നുണ്ട്, ഇനി കറണ്ട് കിട്ടാതിരിക്കണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ട്, ഇനി ടെക്സ്റ്റ് ബുക്ക് കിട്ടാതിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലുകൾ അത്യാവശ്യം മെനയായിട്ട് നടന്നു പോകുന്നുണ്ട്, അത് നടക്കാതിരിക്കണം. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓൾട്ടർനേറ്റീവ്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രണ്ട്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമിനെ വെളുപ്പിക്കുന്നത്? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. SDPI കൂട്ടുകെട്ടാണ് LDF. SDPI കൂട്ടുകെട്ട് എന്ന് പറയുന്നതും UDF ജമാഅത്ത് ഇസ്ലാമിനെ വെളുപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. LDFന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് SDPയെ കുറിച്ച്? പാവം പിടിച്ച പാർട്ടിയാണല്ല. എന്നാ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സതീശൻ എന്താ പറഞ്ഞത്? അല്ല, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സതീശൻ എന്താ പറഞ്ഞത്? പറയും. तुम अपने आप को बहुत बड़े समझते हो, उसका नाम है अहंकार. അവര് ഇപ്പൊ മാറിയെന്ന്. മാറിയോ? അല്ല, അതല്ല, രണ്ട് മിസ്റ്റേക്ക് അല്ലേ ഞാൻ പറഞ്ഞത്. നമ്മൾ UDFനെ കുറിച്ചല്ലേ പറയുന്നത്. UDFന്റെ കാര്യം പറയും. ജമാഅത്ത് ഇസ്ലാമി പഴയ പോലെ അല്ല, അവർ ഇപ്പോൾ മതേതരവാദികളാണെന്നാണ് പറയുന്നത്. എന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അവര് ഒഫീഷ്യലി UDF മെമ്പർ അല്ല. ഒഫീഷ്യലി UDF മെമ്പർ അല്ല. പിന്നെ എന്തിനാ സതീശനെ വിളിപ്പിക്കണം? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ കൂട്ടിയെന്നാണ് പറഞ്ഞത്. അല്ലാതെ സതീശൻ എന്തിന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയെ വിളിപ്പിക്കണം? ബിക്കോസ് അപ്പൊ വെളുപ്പിച്ചു, കാര്യം പറയട്ടെ. വെളുപ്പിച്ചോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയെ സതീശൻ വെളുപ്പിച്ചോ ഇല്ലേ? ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ. പോകുകയല്ല. അന്ന് വിളിപ്പിച്ചു എന്ന് വെച്ചോളൂ എന്നല്ല, കൃത്യമായിട്ട് പറയും. എങ്ങനെയാ വിളിപ്പിച്ചത്? ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയൂ. വിളിപ്പിച്ചത് എങ്ങനെയാണ്? നേരം വിളിക്കുന്ന വരെ സമയമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പറയും. മതരാഷ്ട്രവാദം ഒഴിവാക്കിയെന്ന്. എന്താണ് മതരാഷ്ട്രവാദം? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇവിടെ മതരാഷ്ട്രം രൂപീകരിക്കുക. ഏത് മതം? ഇസ്ലാം മതം. അപ്പോ ആ സാധനം ഒഴിവാക്കിയെന്ന് ആര് പറഞ്ഞു? വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇത് വെളുപ്പിക്കലല്ലേ? SDPനെ കൂട്ടുന്ന വെളുപ്പിക്കലാണോ? ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? ജമാഅത്ത് ഇസ്ലാമി ആണോ SDPI ആണോ കൂടുതൽ ഡേഞ്ചറസ്? SDPI എന്ത് ഡേഞ്ചർ അല്ലേ? ഏതാ കൂടുതൽ ഡേഞ്ചർ? രണ്ടും ഡേഞ്ചർ ആണ് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. കൂടുതൽ ഡേഞ്ചർ ഏതാണ്? എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. SDPIക്ക് നമ്മളെ നിരോധന സംഘടന പോപ്പുലർ ഫ്രണ്ട് ആയിട്ട് ഒരു ബന്ധമുണ്ട്, പക്ഷെ തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു പോകുന്ന സംഘടനയാണ്. ഏതാണ് കൂടുതൽ ഡേഞ്ചർ? ഞാൻ കൂടുതൽ മെഴുകാനൊന്നും പറഞ്ഞിട്ടില്ല, ചോദ്യത്തിന് ഉത്തരം പറയാം. കൂടുതൽ ഡേഞ്ചർ ഏതാ? ഈക്വൽ. കൂടുതൽ ഡേഞ്ചർ ഏതാണ്? അങ്ങനെ ഏതിലാ കൂടുതലൊന്നുമില്ല, രണ്ടുപേരെ പോലെ. കൂടുതൽ ഡേഞ്ചർ ഏതാണ്? കൂടുതലല്ല, ഈക്വൽ, സമനിലയല്ല. ഏതിനാണ് ആഗോള പ്രസൻസ് ഉള്ളത്? ആഗോള പ്രസൻസ് ജമാഅത്ത് ഇസ്ലാമിക്ക്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ.
സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എത്ര രാജ്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്? എത്ര രാജ്യങ്ങൾ എണ്ണറിയില്ല. നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ഉണ്ട്. അപ്പോ ഏതാ കൂടുതൽ ഡേഞ്ചർ? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. കൂടുതൽ ഡേഞ്ചർ മറ്റൊരു ഡേഞ്ചറാണ്. നിങ്ങൾ മെഴുകാതെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി, പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. LDFന്റെ തെറ്റും കൂടി ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, LDFന്റെ തെറ്റ് തെറ്റായിട്ട് തന്നെയാണ് ഞാൻ പറയാ. നിങ്ങൾക്ക് എന്തുകൊണ്ട് BJPയുടെ UDFന്റെ തെറ്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത എന്താ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? ഞാൻ സമ്മതിച്ചല്ലോ. എന്നാ കൃത്യമായിട്ട് പറയൂ, ഏതാണ് കൂടുതൽ ഡേഞ്ചർ? LDF SDP ആണോ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ആണോ? ജമാഅത്ത് ഇസ്ലാമി എന്നാ. അപ്പൊ ശരി, പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മള്. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന് ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചു പോയി ഗോവിന്ദൻകുട്ടി. നിങ്ങൾ ഈ അടിമത്തം വിടുക, എന്നിട്ട് തെറ്റിനെ തെറ്റുന്നു. നിങ്ങൾ സമ്മതിച്ചില്ല, നിങ്ങൾ രണ്ട് സമമാണ് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകുകയായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വെളുപ്പിച്ച സതീശൻ ഈ നാടിനോട് മാപ്പ് പറയേണ്ടതായിട്ട് വരും. നോട്ട് മൈ വേർഡ്സ്. സ്വയംവര ചന്ദ്രികേ. മോനെ, നോ ഡബിൾ മീനിങ്. എൻജോയ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.